യൂണിറ്റിന്റെ ഭാഗമായിട്ട് നമ്മളിന്നിവിടെ ഒരു ഡ്രസ് ബാങ്ക് പി.സിന്റെ ഡ്രസ് ബാങ്ക് സ്നേഹവസ്ത്രം എന്ന പേരിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്യാണ്. അപ്പോൾ പി.സിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഡെസ്റ്റിറ്റ്യൂട്ട് പേഷ്യൻ്റ് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഡ്രസ്സിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റുഡൻസ് തന്നെയാണ് അവർക്ക് കളക്ട് ചെയ്ത് അവർക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിന് പകരമായിട്ട് നമുക്കിവിടെ ബാക്കിയുള്ള എന്തെങ്കിലും ഡ്രസ്സ് അധികമായിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇങ്ങനെ ഡ്രസ്സ് തരാൻ താല്പര്യമുള്ളവർക്കോ ഇങ്ങനെ ഡ്രസ്സ് നമുക്കിവിടെ എത്തിച്ചു തരികയും അതുപോലെ നമ്മൾ സ്റ്റുഡൻസ് അത് സോർട്ട് ഔട്ട് ചെയ്ത് നമ്മളിതിവിടെ കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ആരൊക്കെയാണോ രോഗികൾ ആരൊക്കെയാണോ അവർക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയും. സാറിനെ ഏറെ സ്നേഹത്തോടെ അധ്യക്ഷ ഭാഷണത്തിലേക്ക് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്, നല്ല ദിവസം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പാൾ സാർ വന്നിട്ട് പോയി. സാറ് നമ്മുടെ ഏറ്റവും മുതിർന്ന നമ്മുടെ മാഡം റനി മാഡം, ഷാനവാസ് ഡോക്ടർ, അനീഷ് ഡോക്ടർ, മനിമോളിസ്റ്റ്, PR-മാർ, സുഹൃത്തുക്കളെല്ലാവർക്കും നമസ്കാരം. നമ്മൾ കാഷ്വാലിറ്റിയിൽ വളരെ അത്യാവശ്യമായിട്ട് നേരത്തെ തന്നെ ഉണ്ടാകേണ്ട ഒരു സംഭവമാണ് ഡ്രസ് ബാങ്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ എപ്പോഴും നമ്മളൊരു അസുഖം വെച്ചൊരു ആശുപത്രിയിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് ദിവസം അഡ്മിറ്റ് ആവണമെങ്കിൽ നമുക്ക് കയ്യിൽ കരുതേണ്ട എല്ലാ പ്രവർത്തനങ്ങളും. ഇപ്പോൾ ഡ്രസ് ബാങ്ക് എന്ന് പറയുകയാണെങ്കിൽ ഇതിലിപ്പോൾ 1-2 പേര് അല്ലെങ്കിൽ PCUക്കാർ മാത്രം ഉദ്ദേശിച്ചാൽ ഇത് നല്ല നിലക്ക് പോവില്ല. നമ്മുടെ സെക്യൂരിറ്റി വിങ് ആണെങ്കിലും നേഴ്സിംഗ് ടീമാണെങ്കിലും പിന്നെ അഡ്മിനിസ്ട്രേഷൻ്റെ ടീം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പോയാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. ഇങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട്. നമുക്ക് നമ്മളെ സംബന്ധിച്ചുള്ള വളരെ ഒരു അവിടെ ഔഷധമായിട്ട് വർക്ക് ചെയ്യണം. ഇതൊക്കെ കാണുമ്പോൾ തന്നെ എന്താ പറയുക, പ്രത്യേകിച്ച് ഒരു ഭയങ്കര സന്തോഷം. കാരണം ഇത്രയും സ്ട്രക്ചേർഡ് ആയിട്ടൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത നല്ലൊരു കൈകളിലാണ് എന്നുള്ളത് അറിഞ്ഞതിനും ഭയങ്കര സന്തോഷം. പിന്നെ കുറേ കാര്യങ്ങൾ ഇയാൾ ചെയ്യുന്നുണ്ട്, ഇയാളുടെ ടീമും. അറിയാം, എൻ്റെ 2 വർഷം സീനിയറാണ്. അതിൻ്റെ അവിടുത്തെ സാന്ത്വനം സെക്രട്ടറി ആയിരുന്നു അന്നേരം അനീഷ് ഡോക്ടർ. അവർക്ക് കൂടി ഈ ഒരു കണ്ടിന്യൂഷൻ പ്രോസസ്സ് ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യുന്ന രീതിയിലേക്ക് പോകണം നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ കാര്യങ്ങൾ. പലപ്പോഴും നിങ്ങൾ കാണിച്ച ആ മനോഭാവത്തിന് വളരെയധികം അഭിനന്ദനം പറയുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ പുതിയ ഐഡിയാസ് കൊണ്ടുവരാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും എല്ലാവരും ശ്രമിക്കുക. ഈ പറഞ്ഞ പോലെ രോഗികൾ മരുന്നും ഈ ഗുളിക ഇഞ്ചക്ഷൻ മാത്രമല്ല ആവശ്യം, അതൊരു മനുഷ്യനാണ്. അവരെ മനുഷ്യനായിട്ട് കാണാനും അവർക്ക് മനുഷ്യന് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ, അതായത് ഡോക്ടർ ആയാലും നേഴ്സ് ആയാലും, അതാണ് നമുക്ക് അറിയേണ്ടത്. നമ്മളെപ്പോലെ ഒരു മനുഷ്യനാണ് ആ കിടക്കുന്നത്. അപ്പോൾ അവർക്കും നമ്മളെപ്പോലെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പലതും ഉണ്ടാവാം. അപ്പോൾ അതിനെ എല്ലാത്തിനെയും കൺസിഡർ ചെയ്യാനും അതിന് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അഡ്രസ്സ് ചെയ്യാനും സാധിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ നമ്മൾ ആക്ച്വലി ഒരു പ്രോപ്പർ ഹെൽത്ത് കെയർ വർക്കർ ആവില്ല, അല്ലെങ്കിൽ ഒരു മനുഷ്യത്വമുള്ള ഹെൽത്ത് കെയർ വർക്കറായി മാറും. അപ്പോൾ PCUവിൻ്റെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.